അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഈ കാണിക്കുന്നത് എന്താണെന്നറിയോ? ഐസ് ക്യൂബ്സ് ആണേ. ഫസ്റ്റ് കിടക്കുന്ന നമ്മുടെ സാധാരണ വെള്ളം കൊണ്ടുള്ള ഒരു ഐസ് ക്യൂബ്, പിന്നെ അതിൻ്റെ താഴെ എൻ്റെ ഒരു ഫേസ് വാഷ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഞാൻ ആക്ച്വലി മുഖത്തിനെ കുറിച്ച് ഒരുപാട് വെറീഡ് ആയിട്ടുള്ളത് കോളേജിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ. ഒരു +2 കാലഘട്ടം വരെ എൻ്റെ ഫേസിൽ എനിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു പ്രശ്നത്തെ പ്രതിയല്ല. മുഖക്കുരു വന്നിട്ടോ അല്ലെങ്കിൽ പാടുകൾ മാറ്റാനോ ബ്ലെമിഷസ് ഉണ്ടായിട്ടൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി, പിന്നെ അവിടുത്തെ ഹോസ്റ്റൽ കാര്യങ്ങൾ, പിന്നെ അവിടുത്തെ ഭക്ഷണ രീതി, നമുക്ക് പൊറോട്ടയൊക്കെ കിട്ടുന്നത് ഈ കപ്പലണ്ടി എണ്ണയ്ക്കകത്ത് ഉള്ള പൊറോട്ടയാണ്. പിന്നെ ചപ്പാത്തിയൊക്കെ ഒരു ഭാഗം വെന്തിട്ടുണ്ടാവും, മറ്റേതൊന്നും വെന്തുണ്ടാവില്ല. പിന്നെ അവരുടെ റൈസൊക്കെ അറിയാലോ, കുറേ എണ്ണ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുടിച്ച് കേൾക്കുന്ന അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളാവുകയും, പിന്നെ വെയിൽ, അവിടുത്തെ ക്ലൈമറ്റ് എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളാവുന്നതായിരുന്നില്ല മെയിൻ പ്രധാന വിഷയം. ചെറിയൊരു പിമ്പിൾസ് വന്നാൽ പോലും അത് ഭയങ്കര പാടായിട്ട് നിൽക്കുന്ന ഒരു സ്കിന്നാണ് എൻ്റേത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത്രയും നമുക്ക് എണ്ണപ്പലഹാരം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരികയും ആ പാടിങ്ങനെ കുത്തായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ. അതായത് മുഖത്ത് നോക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി. അതെങ്ങനെ അവിടെ നിന്ന് റിക്കവർ ആവണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ സ്കിൻ ഡോക്ടറെ പോയി കണ്ടിട്ട് അവരൊരു ഓയിൽമെൻറ്റ് തരും. ആ ഓയിൽമെൻറ്റ് നമ്മൾ തേക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്കിൻ ഇങ്ങനെ ബ്രൈറ്റ്നനായിട്ട് വരും. പക്ഷേ ആ ഡാർക്ക് സ്പോട്ടൊന്നും മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ച് നടന്ന ഒരു കാലഘട്ടങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ടാബ്ലറ്റ്സ് ആ ഒരു സമയത്ത് എന്തോ ഒരു മെഡിസിൻ, ഒരു ടാബ്ലറ്റും പിന്നെ സ്കിന്നിൽ തേക്കാനുള്ള ഓയിൽമെൻറ്റുമാണ് തന്നത്. അങ്ങനെ പതിയെ അന്നേരം എല്ലാം ഈ പാടുണ്ട്. അതിങ്ങനെ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എനിക്ക് തന്നെ മടുക്കും. പക്ഷേ മാറ്റമൊന്നുമില്ലല്ലോ എന്ന് തോന്നുമ്പോൾ എനിക്ക് തന്നെ മടുക്കും. പിന്നെ ഞാൻ ഒരു ഇടക്കാലം വെച്ചിട്ട് ഒന്നും യൂസ് ചെയ്യാതെയായി. നോർമലി നമ്മുടെ തൈര്, മുട്ടയുടെ വെള്ളയൊക്കെ മാത്രം, അങ്ങനെ ഒരുപാട് ആയുർവേദിക് പ്രോഡക്ട്സും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഗ്രാജുവലി, അതായത് 1 to 2 ഇയർ വരെ, അതായത് 2-3 വർഷം വരെ എടുത്തിട്ടുണ്ട് എൻ്റെ ആ പാടുകളും ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് മാറാനും കുറയാനൊക്കെ. ഇപ്പോഴും നാട്ടിൽ ചെല്ലുമ്പോൾ നാട്ടിലെ ക്ലൈമറ്റിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കുരുക്കളും, പീരീഡ്സിൻ്റെ ടൈം ആവുമ്പോൾ വരുന്ന കുരുവിന് പുറമേ മറ്റുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വരുന്ന കുരുക്കളൊക്കെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖത്ത് തലപൊന്താറുണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ സ്കിന്നാണെങ്കിലും നമ്മുടെ ഹെയർ ആണെങ്കിലും അതിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക മാത്രം ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഗ്ലോയിലൊക്കെ കൊണ്ടുനടക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചായിരിക്കണം നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയാണെങ്കിലൊക്കെ. ഇപ്പം ഞാനിപ്പോൾ ഈ എടുക്കുന്ന വീഡിയോയിൽ ഇച്ചിരി വെട്ടം കുറവുണ്ട് കേട്ടോ. ഞാൻ അകത്ത് കുട്ടികളുള്ളതുകൊണ്ട് ഇങ്ങനെ പുറത്ത് വന്നിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ഇച്ചിരി വെട്ടം കുറവുണ്ട്. അപ്പം ഞാൻ ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇതൊരു ഫേസ് വാഷ് പോലെയാണ്, യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 മന്ത് ആയിട്ടുണ്ട്. പക്ഷേ അത്രയും മന്തിൽ തന്നെ എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും സൂര്യപ്രകാശം അടിക്കുന്നില്ല, ഒട്ടും അങ്ങനെ ഒരു സൺ ടാൻ വരുന്ന ഇതല്ല. ഞാൻ കുറച്ചുകൂടെ വെട്ടത്ത് മാറി എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സ്കിന്നിൻ്റെ, ഞാൻ റൂമിലേക്ക് വന്നതാണിപ്പോൾ. അപ്പോൾ അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. എൻ്റെ ഇങ്ങനെ ചുണ്ടിൻ്റെ താഴെയായിട്ടും നെറ്റിയിലും ചെറിയ പാടുണ്ടായിരുന്നു. അത് നമ്മൾ പിമ്പിൾസ് വന്ന പാടല്ല കേട്ടോ. ഞാനാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് ടൈഗർ ബാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ വിക്സൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു മങ്ങൽ പോലെ വരാറുണ്ട്. അതിന് പറ്റിയൊരു ഫേസ് വാഷാണ് കേട്ടോ ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ ഒരുപാട് നാളത്തെ എന്താ പറയുക, ഒരുപാട് നാളിനിടയ്ക്ക് എനിക്ക് ഓക്കെ എന്ന് തോന്നിയ ഒരു കാര്യമാണ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊടുക്കാതിരിക്കുക എന്നുള്ള ഇതിന് പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ എന്ത് നമ്മൾ യൂസ് ചെയ്താലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അത് സ്കിന്നിനെ സ്മൂത്തൻ ചെയ്യാനൊക്കെ സഹായിക്കും. ഞാൻ മാക്സിമം അലോവേര ജെല്ലാണ് യൂസ് ചെയ്യാറ് കേട്ടോ. ഇപ്പം ഞാൻ നമ്മുടെ വാസ്ലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഇട്ടിട്ടുള്ളത്. കാരണം എനിക്കിത് കഴിഞ്ഞിട്ടൊന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാസ്ലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അത്യാവശ്യം ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിയുമ്പം ഞാൻ ഇച്ചിരി കട്ടിയിൽ തന്നെ മോയ്സ്ചറൈസർ ഇടാറുണ്ട്. പിന്നെ ഇത് ഒരുപാട് സൂപ്പർ ഡ്യൂപ്പർ ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയൊരു ഫേസ് വാഷ് അല്ല ഞാൻ കാണിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം. നോർമൽ സ്കിന്നുകാർക്കോ അല്ലെങ്കിൽ ഓയിലി സ്കിന്നുകാർക്കോ, ഒരു സൂപ്പർ ഡ്യൂപ്പർ ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ, കണ്ടു നോക്കാം. ആദ്യം ഞാനൊരു ബൗളിൽ ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവാണ് എടുക്കുന്നത്. കടലമാവ് നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ഓയിലൊക്കെ വലിച്ചെടുക്കും. പിന്നെ ഞാൻ നമ്മുടെ
ഇതാണ് നമ്മുടെ മഞ്ഞളാണ് കേട്ടോ. ധാത്രിയുടെ മഞ്ഞളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നല്ലത് കിട്ടാനുണ്ട്, ഹോം മെയ്ഡൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അത് മതി. പിന്നെ ഞാൻ കുറച്ച് ഹണി എടുക്കുന്നുണ്ട്. കുറച്ച് ഹണി, അത് ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂൺ. ഞാനിപ്പോൾ ഏകദേശം ഇത് ഉണ്ടാക്കുന്നത് എനിക്കൊരു 1 വീക്കിലേക്കാണ് കേട്ടോ. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് പാലാണ്. അത് തിളപ്പിച്ച പാലൊന്നും വേണ്ട, സാധാരണ നമ്മുടെ പച്ചപ്പാലുണ്ടെങ്കിൽ അതായാലും മതി. ഇനി തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒക്കെ തണുപ്പിച്ച പാലാണെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാനത് തിളപ്പിച്ചിട്ടൊന്നുമില്ല. അതിന് ശേഷം ഞാൻ വെള്ളം അത്രയും തന്നെ, അതായത് പാലെടുത്ത് തന്നെ അത്രയും തന്നെ വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഞാനിതൊരു ഫേസ് വാഷ് രൂപത്തിലാണ്. നിങ്ങൾക്ക് ഫേസ് പാക്കായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വെള്ളം ഒഴിവാക്കിയിട്ട് ഫേസ് പാക്ക് പോലെ തന്നെ ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു മിക്സിയിനകത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ, ഒരു 2 സെക്കൻഡ്. പിന്നെ ഞാൻ നമ്മുടെ ഐസ് ക്യൂബ് ട്രേയിൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സംഭവം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് ബാക്കി വരും കുറച്ച്, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഇതെടുത്ത് ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പം ഞാനിത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു ട്രേക്കകത്താക്കി വെക്കും. ട്രേക്കകത്താക്കി ക്യൂബായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇത് ഉപയോഗിക്കുന്നത് 1 ക്യൂബ് ഒരു ദിവസം, അത് മോർണിംഗ് റുട്ടീനായിട്ടോ നൈറ്റ് റുട്ടീനായിട്ടോ ഒക്കെ നിങ്ങൾക്ക്, അത് നിങ്ങളുടെ സജഷനാണ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ്, അത് ഉപയോഗിക്കേണ്ട രീതിയൊക്കെ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ചില ദിവസങ്ങളിൽ മോർണിംഗ് റുട്ടീനായിട്ട്, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇച്ചിരി ഓയിലി ആയിട്ടൊക്കെ തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് അവോയ്ഡ് ചെയ്ത്, അതായത് ഈ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഫേസ് വാഷ് പൂർണ്ണമായും ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട്. അതിന് പകരം ഞാൻ ഈ ഒരു സംഭവം മുഖത്തിട്ടിട്ട് ജസ്റ്റ് ഇപ്പോൾ രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി പൊക്കി കെട്ടി വെച്ചതിന് ശേഷം ഞാൻ മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത്, മുഖത്തും കഴുത്തിലും എന്ത് സാധനം നിങ്ങൾ മുഖത്ത് ഉപയോഗിച്ചാലും അത് കഴുത്തിലൂടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഞാനിത് മുഖത്തും കഴുത്തിലും ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്യാൻ നിൽക്കും. അപ്പോൾ ബ്രഷ് ചെയ്യുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അതായത് ഒരു 2-3 മിനിറ്റ്സ്, മാക്സിമം പോയാലൊരു 4 മിനിറ്റ്സ്, ആ ഒരു സമയം മതി ഇത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവാനും അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആവാനും. പിന്നെ ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് ഒരുപാട് സൂപ്പർ ഡ്യൂപ്പർ ഡ്രൈ ആയിട്ട് സ്കിന്നിലേക്ക് പറ്റിപ്പിടിച്ച് അവിടെ നിന്ന് വലിച്ചിളക്കേണ്ട ഒരു രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരു 2-3 മിനിറ്റ്സിൽ ഇത് അത്യാവശ്യം അബ്സോർബ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മുടെ ബ്രഷിങ് കഴിഞ്ഞ്, ഞാൻ ബ്രഷിങ് കഴിയുമ്പോൾ നോർമലി സാധാരണ ഒരു തണുത്ത വെള്ളത്തിൽ ഞാൻ കഴുകിക്കളയാറുണ്ട്. കാരണം എൻ്റെ നോർമൽ സ്കിന്നാണ്, അതുകൊണ്ട് ഞാൻ മാക്സിമം ഫേസ് വാഷിന് വേണ്ടിയിട്ട് തണുത്ത വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കാറ്. ഒത്തിരി ഓയിലി സ്കിന്നുള്ളവർക്ക് അല്ലെങ്കിൽ മുഖക്കുരുവോ അങ്ങനെ മുഖക്കുരു ഇങ്ങനെ പൊട്ടുന്ന രീതികളൊക്കെ ഉള്ളവർക്ക് ഒരു ലൈറ്റ് ഇളം ചൂടുവെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഇത് നമ്മളൊരു ഫസ്റ്റ് 2-3 ഡേയ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇങ്ങനെ പുറത്തോട്ട് വരുന്നതായിട്ട് തോന്നും. അപ്പം നിങ്ങളുടെ കയ്യിൽ മറ്റേ ആ കുത്തിക്കളയുന്ന പിന്നുണ്ടല്ലോ, ആ പിന്നുണ്ടെങ്കിൽ അത് വെച്ച് കുത്തിക്കളയുക. അതല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ അത് പെട്ടെന്ന് മാറി കിട്ടും. ഒരു 4 to 5 ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴത്തേനും പിന്നെ ആ വൈറ്റ് ഹെഡ്സിൻ്റെ പ്രശ്നമൊന്നും നിങ്ങൾക്ക് വരില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് നല്ല വെള്ളം കൂടെ ഞാനിങ്ങനെ ഐസ് ക്യൂബാക്കി വെക്കുന്നുണ്ട്. കാരണം ഞാൻ ഇത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ രാവിലെയൊക്കെ ഐസ് ക്യൂബ് വെച്ചിട്ട് തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തെടുക്കുന്നത്. പിന്നെ പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് വെച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിച്ചു.